കാറ്റത്തെ കിളികൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ മാല ഒരു നിധി കൊടുത്തപ്പോൾ ചേട്ടനും അനിയന്മാരും ഒക്കെ ഇങ്ങനെ കുറ്റം പറയണടാ, നീ എത്ര പറഞ്ഞാലും നിനക്ക് ബോധമില്ലല്ലോടാ, നിൻ്റെ മനസ്സിലെന്താണ് കയറാത്തത്, നിൻ്റെ നാവാണ് നിൻ്റെ പ്രശ്നം, മര്യാദയ്ക്ക് ഇരുന്നിരുന്നു പറഞ്ഞു, ഒരു കുഴപ്പമില്ലാണ്ട് അവൾ കഴുത്തി കിടന്നിരുന്ന താലിന് ഇവനെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച അനിയന്മാരോട് സുഭാഷ് പരാതി പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ ചെന്നൊരു വണ്ടിമേൽ ഇങ്ങനെ മലർന്ന് കിടക്കണം സുധീഷ്. അപ്പോൾ പോയി ഊരിത്തന്ന് ഇങ്ങനെയൊക്കെ തന്നെ പിച്ചും പയ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷ് ചേട്ടാ കുറച്ച് നേരമായില്ലോ ഓരോന്ന് പറയുന്നത്, എന്താ ഹരീഷ് ചേട്ടാ പ്രശ്നം, അയാൾക്ക് വട്ടാടോ, ഒന്നും ചോദിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. എന്നാലും പറയും എന്താ ഊരി തന്നു എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിക്കും. ഏട്ടത്തി അപ്പോൾ പിണങ്ങി പോയിട്ട് തിരിച്ചു വന്നല്ലോ, പിന്നെന്താ പ്രശ്നം, ഊരി തന്നടാ അവൾ ഊരി തന്നെന്ന് പറയും. എന്ത് താലിമാല, അതിനെന്താന്ന് പറയും. എടാ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് കിടക്കേണ്ട സാധനമല്ലേ താലിമാല, അതല്ലേടാ അവൾ നിസ്സാരമായിട്ട് ചെറിയൊരു വാക്ക് തർക്കത്തിന് എൻ്റെ കയ്യിൽ ഊരി തന്നടാന്ന് പറയും. അതിനെന്താ കുഴപ്പം, എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചി എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം താലിമാല ഇടുള്ളൂ, വല്ല കല്യാണങ്ങൾക്കോ ഫംഗ്ഷനോ മാത്രം, അത് കഴിഞ്ഞ് അത് ഊരി വയ്ക്കും. അപ്പോൾ ബ്രിട്ട പറയും എൻ്റെ അമ്മയാണെങ്കില്ല എൻ്റെ അച്ഛൻ അത് എന്നും കൊണ്ടുപോയി പണയം വയ്ക്കും, പിന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ ആണ് അത് എടുത്തുകൊണ്ട് വരും, പിന്നെയും പണയം വയ്ക്കും, പിന്നെയും കൊണ്ടുവരും, പിന്നെ ആ കിട്ടുന്ന ഗ്യാപ്പിൽ എൻ്റെ അമ്മ അത് ഇടാറ് പോലില്ല എന്ന് പറയും. അത്രേ ഉള്ളൂ, എന്നിട്ട് അവർ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ, ഒരു പ്രശ്നമില്ല എന്ന് പറയും. അത്രേ ഉള്ളൂ എന്ന് പറയും. അത്രേ ഉള്ളൂ എന്ന് പറയും. ഇതിന് അത്രയും വിലയുള്ളൂ എന്ന് ചോദിക്കും. അതൊക്കെ അങ്ങനെയാണ് പണ്ടത്തെ കാലത്തെ ആചാരം കൊണ്ട് ഇയാൾ നടക്കുന്നത്, അതൊക്കെ സീരിയലിലുണ്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അവർ കളിയാക്കണം. അപ്പോൾ ഹരീഷ് പറയടോ ഏട്ടത്തിയമ്മ, മോനെ അതിന് ഏട്ടത്തിയമ്മ അത് ഊരി കൊടുത്തതൊന്നല്ല, ഇയാളുടെ വായിൽ നാക്ക് കൊള്ളില്ലാണ്ടായപ്പോൾ അത് ഊരി കൈ കൊടുത്താണ്, മുഖത്തെറിയാഞ്ഞത് ഭാഗ്യം എന്ന് പറയും. നീ പോടാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലോടും. എന്നിട്ട് അവിടുന്ന് പണിയിൽ പോകും. പോകല്ലേ ചേട്ടാ എന്ന് ഇട്ട് പറയുമ്പോൾ പോട്ടറോ, നമ്മുടെ പണിയിൽ നടക്കും, അയാളോട് കിടന്നാൽ നമ്മുടെ പണി നടക്കില്ല എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സുധീഷ് നമ്മുടെ നിധിയുടെ ഓഫീസിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ സുധീഷ് നിധിനെ കണ്ടപ്പോൾ കാണാത്ത പോലെ നിൽക്കും. സുധീഷ് എന്താ എവിടെയെന്ന് ചോദിക്കും. അത് നിധിയുടെ ഓഫീസിൻ്റെ ഭാഗമാണ്, ഞാൻ മറന്നു എൻ്റെ കൂട്ടുകാരനോട് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും. ആണോ, തിരക്കാണോ, അന്ന് അവിടെ നിന്നാൽ ഞാൻ പോകണമെന്ന് പറയും. അല്ല കുഴപ്പമില്ല, അവൻ പിന്നെ കാണാമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറയും. എന്നാൽ തിരക്കില്ലെങ്കിൽ നമുക്ക് കുറച്ച് സംസാരിച്ചാലോ എന്ന് പറയും. എന്നാൽ സംസാരിക്കാമെന്ന് പറയും. ഇവിടെ വെച്ച് വേണ്ട, പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പറയും. സുധീഷ് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ഒരു ബേക്കറി കടയിൽ പോയി കഴിഞ്ഞിട്ട് ജ്യൂസ് ഓർഡർ ചെയ്ത് ജ്യൂസ് കുടിക്കാൻ നിൽക്കണേ. എന്താ നിധി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാത്തേന്ന് പറയും. അതെ സുധീഷ് എനിക്കൊരു കാര്യം ചെയ്തു തരണമെന്ന് പറയും. അതെന്താ നിധി എന്ന് പറയും. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയും. അങ്ങനെ സുധീഷ് ആകെ ഞെട്ടും. ഡിവോഴ്സോ, അതെന്താടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറ്റ് ചെയ്തതിന് മാപ്പൊക്കെ പറഞ്ഞു, അതൊന്നും സാരില്ല, ഇപ്പോൾ താലിമാല ഊരി തന്നില്ലേ, അതിലൊരു പ്രശ്നമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ എൻ്റെ മറ്റൊരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ബൊമ്മ കല്യാണമാണിത്, ഇതിൽ എനിക്ക് സുധീഷിനോട് ഒരു താല്പര്യമില്ല, സുധീഷിന് എന്നോടും. പിന്നെന്താ, അതുകൊണ്ട് തന്നെ ഈ സുധീഷ് ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോൾ. പിന്നെ ആ വീട്ടിൽ എനിക്ക് ഇനി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് തന്നെ വേണം, ഡിവോഴ്സ് ചെയ്തതിന് ശേഷം എനിക്ക് സമാധാനത്തോടെ നിൽക്കാം, അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിച്ച് ഭാര്യ എന്നുള്ള നിലയ്ക്കല്ലേ അന്നങ്ങനെ പെരുമാറിയതും റൂമിലേക്ക് വന്നതെന്നൊക്കെ പറയും. അതിന് ഞാൻ മാപ്പ് ചോദിച്ചില്ലേ, അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞതാണെന്ന് പറയും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണം. അപ്പോൾ അന്ന് നമ്മൾ വേണ്ടാന്ന് വെച്ചതില്ലേന്ന് പറയും. അന്ന് പിന്നെ ഇതിൻ്റെ നൂലാമാലകളൊക്കെ അങ്ങനെയല്ലായിരുന്നോ, ആധാർ കാർഡോ ഐഡൻറ്റി കാർഡോ ഒന്നുമില്ല, ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ എന്ന് പറയും. ശരിയാ, എന്താണെന്നും പറയാത്ത, എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ശരി സമ്മതിച്ചെന്ന് പറയും. അതിന് ശേഷം രണ്ടുപേരും കൂടെ ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. നിധിനെ കാണുമ്പോൾ നിധി ചായ എടുക്കട്ടെ മോളെ എന്ന് സുഭാഷ് ചോദിക്കും. ഇപ്പോൾ വേണ്ട സുഭാഷ് ഏട്ടാ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറയും. എന്നാൽ സുധീഷ് ചാരുകസലിൽ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കും. എന്ത് പറ്റിയാവുമെന്ന് പറയും. എന്തോ പറ്റിയിട്ടുണ്ട് ഏട്ടത്തിയമ്മനെ, ചിലപ്പോൾ വയറിറച്ച് കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ അവരെല്ലാവരും കൂടെ എത്ര ചോദിച്ചിട്ട് പറയുന്നില്ല, ദേഷ്യം തന്നെ കാണിക്കുന്നു. അതിനുശേഷം രാത്രിയായിട്ട് കാണിക്കുന്നു. രാത്രി കിടക്കാൻ നേരത്ത് കിടക്കുമ്പോൾ സുധീഷ് വീണ്ടും തലവേദന എന്ന് പറഞ്ഞ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ കാര്യമായിട്ട് തലവേദന അനിയന്മാർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമെന്ന് പറയും. അതെ സുഭാഷ് ഏട്ടാ, അവളെന്നോട് ഡിവോഴ്സ് ചോദിച്ചേക്കുന്നത്. ഡിവോഴ്സോ, എന്താടാ അങ്ങനെ എത്ര പെട്ടെന്ന് പറയും. അയ്യോ ഏട്ടാ, അപ്പോൾ ഏട്ടത്തി ഇവിടുന്ന് പോകുമോ എന്ന് ചോദിക്കും നികേഷ്. അമ്പടാ, അവൻ അതറിഞ്ഞാൽ മതി, ബാക്കിയുള്ളവൻ്റെ ജീവിതം ഇവിടെ തുലാസിക്കിടുന്ന ആടാണ്, അവൻ ഏട്ടത്തിയമ്മ പോണതറിഞ്ഞാൽ മതി, എൻ്റെ കാര്യത്തിലൊരു വിഷമമില്ല എന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയടാ, അവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൂടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. നിങ്ങൾ പേടിക്കേണ്ട, ഇവിടുന്ന് പോകൂല അവൾ, ഡിവോഴ്സ് മാത്രം മതി എന്നാണ് പറഞ്ഞത്, അവളെൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നില്ല, എന്നെ അവൾ സ്നേഹിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സുധീഷ് എണ്ണി പറക്കണം. അപ്പോൾ ഹരീഷ് പറയും, ഇയാളെ കയ്യിലിരിപ്പിൻ്റെ ഇനി വായലനാക്ക് ജോലിയില്ലാണ്ടായാൽ പിന്നെ എന്താ ചെയ്യാന്ന് പറയും. അപ്പോൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ തീരുമാനം എടുക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയും. അങ്ങനെ സുഭാഷിനോട് പറയും, നോക്കി കാറും ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല,
6 മാസം കൊണ്ട് അവളെ കൊണ്ട് ആ താലിമാല ഞാൻ കഴുത്തിൽ ഇടിപ്പിക്കും, ഞാൻ അവളെ ഡിവോഴ്സിൽ നിന്ന് പിന്മാറ്റിക്കും ചേട്ടാ എന്ന് പറയും. ഉറപ്പാണോ എന്ന് ചോദിക്കും. ആ ഉറപ്പാണെന്ന് പറയും. അങ്ങനെ അവർ വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കിടക്കണ്. അപ്പോൾ ഹരീഷിന് ഭയങ്കര ടെൻഷൻ, നികേഷിന് ടെൻഷൻ നിധി പോണതാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നിധി സുഭാഷേട്ടനോട് പറയും, സുഭാഷ് ചേട്ടാ ഓഫീസിലുള്ളവരൊന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരും, കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം മോളെ, നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ കൊടുക്കാം. അതൊന്നും വേണ്ട ചേട്ടാ, അവർ വന്നാൽ അപ്പം തന്നെ പോകും, വീടൊന്ന് കാണണം, സെർച്ച് ചെയ്യണം അവർക്ക്, അവരെന്തോ ഒരു ജോലിയുടെ സംബന്ധമായ കാര്യത്തിനെന്ന് പറയും. അത് കുഴപ്പമില്ല വരാൻ പറയുന്നത്. അങ്ങനെ നിധി പോകും. അതിനുശേഷം സുധീഷിനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് വന്ന് എല്ലായിടത്തും അടിച്ച് തുടച്ച്, ഇതെന്തത് തുടക്കിന് ഈ നേരത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലടാന്ന് പറയും. എന്നാൽ എൻ്റെ മുറി ഇവിടെ തുടച്ചോളാൻ പറയും. അങ്ങനെ എല്ലായിടത്തും തുടച്ച് പിന്നെ റൂം ഫ്രഷ്നൊക്കെ അടിക്കുന്നു. അപ്പോൾ ഇത് നിധിരല്ലേ, നിധിയുടെ റൂമിൽ അടിക്കാൻ വെച്ചാലേ സുഭാഷ് ഏട്ടാന്ന് പറയുമ്പോൾ ഹാളിൽ അടിക്കുന്നുണ്ടപ്പോൾ, എവിടെ അടിക്കാനായാലും എന്താ, നീ കാശ് എടുത്ത് മേടിച്ചാലല്ലോ, ഞാൻ മേടിച്ചതല്ലേ, ആണ് എന്നാലും നിധിരല്ലേ എന്ന് പറയും. അപ്പോൾ സുഭാഷ് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാവണില്ല. നമ്മൾ ലാവ് എടുപ്പാക്കി ചതന്തിരിയൊക്കെ അരച്ച് പ്രാർത്ഥിച്ച് റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ ഹരീഷ് വരും അങ്ങോട്ട്, ഇതെന്താ ഏട്ടാ ഈ നേരത്ത് ഇവിടെ അടിച്ച് തുടച്ചൊരു ക്ലീനായി കിട്ടേക്കണ്, എടാ ഇന്ന് നിധിയുടെ ഓഫീസിൽ നിന്ന് അവരൊക്കെ വരില്ലേ എന്ന് പറയും. അപ്പോൾ സുധീഷ് ചാടി എഴുന്നേൽക്കും, ആ ശരിയാണല്ലോ ഇന്നാണല്ലേ ഞാൻ മറന്നത് എന്ന് പറയും. അതുകൊണ്ടൊന്ന് വെടുപ്പും വൃത്തിയിലിട്ടാണ്, വെടുപ്പും വൃത്തിയില്ലാത്ത വീടിന് എന്തിട്ടാണ് സുഭാഷ് ഏട്ടാ ഒരുക്കാനുള്ളതെന്ന് നികേഷ് ചോദിക്കും. എടാ അതല്ല, നമ്മൾ താമസിക്കുന്നതല്ലേ, ഒരാൾ കയറി വരുമ്പോൾ അങ്ങനെ പാടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോഴത്തേനും അവിടെ നിന്ന് വരും ദിവ്യയും മാനേജറും നിധിയും കൂടെയാണ് വരുന്നത്. അങ്ങനെ 3 പേരും കൂടെ വരും. ഇതിന് ഞങ്ങളുടെ വീട് 100 വർഷത്തിൽ മേലെ പഴക്കമുണ്ടെന്ന് പറയും. ഇപ്പോൾ വീടൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരുമ്പോൾ സുധീഷ് നമ്മുടെ മാനേജർക്ക് സൈക്കിളിന് കൊടുക്കാൻ നോക്കുമ്പോൾ അയാൾ കൈ കാണിക്കില്ല. അപ്പോൾ നികേഷും ഹരീഷും കളിയാക്കി ചിരിക്കും. അതിനുശേഷം അകത്തേക്ക് കയറാമെന്ന് പറയാൻ അകത്തേക്ക് കയറി റൂമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണല്ലേ നിധിയുടെ കസിൻസ്, ഇവരെല്ലാവരും ഒന്ന് ചോദിക്കും. അതേ എന്ന് പറയും. അപ്പോൾ ഇവർക്ക് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് സുധീഷ്, ഇത് സുഭാഷ് ഏട്ടൻ, ഇത് ഹരീഷ്, ഇത് നികേഷ്, ഇവർ 4 പേരും എൻ്റെ കസിൻ ബ്രദർ എന്ന് പറയും. അപ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് നികേഷ് ഹരീഷും ചിരിക്കും. അങ്ങനെ നിധി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. പക്ഷെ നിധി അത് കാണാത്ത പോലെ ഇരിക്കും. പിന്നെ കാണിക്കുന്നത് പ്രമോ ഭാഗമാണ്. പ്രമോയിൽ നീതു തൻ്റെ വിഷമങ്ങളൊക്കെ ഹരീഷിനോട് പറയുന്നു. അപ്പോൾ ഹരീഷ് അതായത് വീട്ടിൽ ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന് മാത്രം പ്രത്യേകത അങ്ങനെയൊക്കെ പറയുന്ന ആണുങ്ങൾക്ക് മാത്രം ഭയങ്കര ഒരു റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഓട്ടോ ഡ്രൈവറുകൾ അതായത് അച്ഛൻ വന്ന് തല്ലടിച്ച് കൊണ്ടുപോകുന്ന ഒരു ഭാഗം കൂടിയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.